ഹലോ ഹലോ കേക്കാവോ? നീ വണ്ടിക്കകത്ത് കയറി ബാബു, വണ്ടിക്കകത്ത് കയറ്. പറഞ്ഞ വരായിരുന്നു. എന്തോ അണ്ണ എവിടെ വന്നിട്ട് ശവം എടുക്കണം? ഞാൻ സംസാരിക്കാൻ പോവാ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഓക്കെ ഓക്കെ ശരി ശരി ശരി. ശവം ശവം ഹലോ സമാധാനമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോകാം. വെറുതെ വണ്ടിയുടെ ഈ സൗണ്ടിന്റെ ഇടയ്ക്ക് സംസാരിച്ച് വെച്ചിട്ട് പോകാൻ ആറി പിന്നെ വിളിക്കുന്നു. എന്റെ പഴയ ലൈവ് ഇവിടെ സമാധാനമുള്ളൊരു സ്ഥലം ഏതുണ്ട്? ആളുടെ സ്ഥലം ഭയങ്കര കുറവാണ്. മള്ളി ഞാനല്ലേ സംസാരിക്കുന്നത്. മോളെ ഞാൻ പറയാം, സമാധാനമുള്ള സ്ഥലം എലിപ്പിറ്റിയല്ല. അവിടെ ആകുമ്പോ ഒറ്റ മനസ്സിൽ കാണൂല. അവിടെ മനുഷ്യരില്ല, പക്ഷെ മറ്റേ ചിമ്പാൻസി പക്ഷികളുണ്ട് കൂടുതലായിട്ട്. അതെ അതെ ബാബു, ശരിയാ. മള്ളി ഞാനല്ല പറഞ്ഞത്. എന്നെ പിന്നെ പേര് കഴിയും ചോട്ടു അയ്യോ ജീനക്കോ. ഹലോ രണ്ടുപേരും ഹെൽപ്പിട്ടായിരുന്നു ബ്രോ. എന്റെ ഫോൺ ഓഫാണ്, അത് ചാർജ് ചെയ്യാൻ എങ്ങും പറ്റുന്നുമില്ല. പവർ ബാങ്ക് വർക്കല്ല, പിന്നെ ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം റിമൂവ് ചെയ്തേക്കുന്നു. ഫോൺ ചാർജ് കുറയുന്നില്ലെന്ന് തോന്നുന്നു. 68 നിൽപ്പുണ്ട്. ഫോൺ ഓണാക്കി നോക്കി. ഇല്ല, ഇപ്പഴും 0% നിക്കുന്നു. ആ വന്നു. ഓക്കെ താങ്ക് യു. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. വേറെ ആരുടെ കിട്ടിയോ? വേറെ രണ്ടാമത്തെ ആളായിരുന്നു. അല്ലാതെ എനിക്ക് വേണ്ടി നമുക്ക് എല്ലാവരും ശരിയായി. നമുക്ക് കുഴപ്പമില്ല. രണ്ടുപേരും കിട്ടിയായിരുന്നു. രണ്ടുപേരും ശരി ശരി ശരി. ഇന്നലെ SRRN DJ അടിച്ചിട്ട് ആര് ചോദിച്ചടാ? അടിയായില്ല. അത് കൂൾ ഡൗൺ ആയി. അതെന്താ? TJ ഏതോ ടിക്കറ്റ് വിളിച്ചെന്റെ കൂൾ ഡൗൺ സമയത്ത് ഒരു സിറ്റുവേഷൻ എടുത്ത അഡ്മിൻ സെൻഡ് ചെയ്ത് വിട്ട സിറ്റുവേഷൻ മനസ്സിലായോ? സണ്ണി ലിയോൺ വെടിയേറ്റ മിയ ഖലീഫ. സത്യമല്ലേ? വാ, കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടേ? ചോട്ടു, നീയല്ലേ പറഞ്ഞത് ബാബുവിന്റെ അനിയനാണെന്ന്? ഉദ്ദേശിച്ച ബാബു ഞാനാണോ? അതെ. ഇന്ന് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടേ? നമ്മള് പണ്ട് എത്ര ഡേറ്റ് നമ്മള് പോയിരുന്നതാണ്. എത്ര ഡേറ്റുകൾ, എത്ര സിമന്റ് കോരി അടക്കം മറന്നോ? സിമന്റ് കോരിയതോ? ഓ പണ്ട്. അല്ലേ എന്റെ അച്ഛന്റെ മോനാണോ? അതെ അതെ, എന്നെ ആണ് എന്റെ ഒരു വിശ്വാസം. വിശ്വാസം ഡൗട്ട് ഉണ്ട്. ഓക്കെ അച്ഛന്റെ പേരെന്തോന്നാണ്? ഡോറോ. പള്ളി ഞാൻ ചോദിച്ച മറ്റേ ക്വസ്റ്റ്യൻ ചോദിക്കേ. ശരിക്കുള്ള ബാബു ഇപ്പൊ പറഞ്ഞത്. ഞങ്ങൾക്കൊരു കാര്യം ജസ്റ്റ് കൺഫേം ചെയ്യാനുണ്ട് കേട്ടോ. അയ്യോ വേണ്ട. അതായത് ഈ ജോറ് നമ്പൂതിരിയില്ലേ, അതായത് നിങ്ങളുടെ അച്ഛൻ എന്ന് പറയപ്പെടുന്ന ആൾ, ബാബുന്റെ നിങ്ങടെ അപ്പൊ നിങ്ങടെ അച്ഛന്റെ ഏതോ ഒരു ചന്തയിൽ ഒരു മറുകുണ്ട്. അത് വലത്താണോ ഇടത്താണോ? അച്ഛൻ കുളിക്കുമ്പോ ഞാൻ പോയി നിക്കാറില്ലായിരുന്നു.
ഇല്ല അച്ഛൻ മുണ്ടെടുക്കുമ്പോ വെളിയിൽ കാണാൻ പറ്റുമായിരുന്നു. അച്ഛന് തൊളയുള്ള മുണ്ട് മാറ്റായിരുന്നു ഉദ്ദേശിച്ചേ. തൊളവുണ്ടാ ചണ്ടിക്ക് മേലോട്ട് സ്ഥലമുണ്ടല്ലോ, ചന്ത അവിടെ വെച്ച് തീരുന്നില്ലല്ലോ. ചന്തിയിലുണ്ടല്ലേ പറഞ്ഞേ. അതെ സ്പ്രെഡ് ഔട്ട് കേൾക്കുവാണ്. അച്ഛനെ കണ്ടിട്ടുണ്ടോ? അച്ഛന്റെ ചന്തി പൊക്കി നോക്കോ മുണ്ട് പൊക്കി നോക്കോ എന്റെ എവിടെയാണ് പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, ഞാനാണ് നിന്റെ അച്ഛൻ വിചാരിക്ക. ഞാൻ നിക്കറിട്ടു, ഈ ഷർട്ട് ഊരി, എന്റെ ചന്തീന്ന് ഒരു പാട് മേലോട്ട് ഇങ്ങനെ കിടക്കുവാ വര പോലെ. അത് പാടല്ലല്ലോ, അത് എല്ലാവർക്കും ഉള്ളല്ലേ വര പോലെ. അത് നടുക്ക് ഞാൻ പറയുന്നത് സ്റ്റൈലിലെ കാര്യം. അച്ഛനെ കണ്ടിട്ടില്ല. അച്ഛനെ കണ്ടിട്ടില്ലാന്നോ? അച്ഛനെ കണ്ടിട്ടില്ല. അച്ഛൻ വീട്ടിൽ മുണ്ട് കൊടുക്കുന്ന കണ്ടിട്ടില്ല. പുള്ളി വീട്ടിൽ പണിട്ടാകെ 1-2 ദിവസം നിൽക്കും. അത് കഴിഞ്ഞാൽ നാട്ടിൽ വേറെ പണി ഉണ്ടെന്നുണ്ടെ പുള്ളി പോകും. പിന്നെ പുള്ളി വല്ലപ്പോഴും വീട്ടിൽ വരാറുള്ളൂ. ഒറ്റ മിനിറ്റ് ഇത് ഞാൻ പറഞ്ഞ സീനാണ്. എന്താ പുള്ളി ഫുൾ ടൈം എന്റെ വീട്ടിലുണ്ടായിരുന്നു. പണി ഉണ്ടെന്നും പറഞ്ഞ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം വേറൊരു സ്ഥലത്ത് പോകും. അപ്പൊ വെരിഫൈഡ് മനസ്സിലായില്ലേ? ആ 2 ദിവസമാണ് തോന്നി ഇവന്റെ വീട്ടിൽ പോകുന്നത്. ഇവന്റെ വീട്ടിൽ പോയിട്ട് പറയും എനിക്ക് ആഴ്ചയിൽ 4 ദിവസം പണിയുണ്ട് എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വരും. എന്നാലും മിച്ചം 1 ദിവസം ഉണ്ടല്ലോ, അന്നെവിടെ പോകും? അപ്പൊ അടുത്ത ഒരു അനിയത്തി വരാറുണ്ട്. എന്തേ പഠിപ്പിക്കുന്നയോ എന്റെ പേര് മള്ളി. എന്നാലും കൺഫേം ചെയ്യാനുണ്ട് മള്ളി. എല്ലാം ഒരുപോലെ കിട്ടണമെന്നില്ലല്ലോ. എന്നെ പോലെ നിക്കറിട്ട് എന്തിനോ കുറച്ച് ദിവസം എടുക്കും മള്ളി എനിക്ക് കൺഫേം ചെയ്യാൻ, അക്സെപ്റ്റ് ചെയ്യാൻ റിയാലിറ്റി. പക്ഷെ ഞങ്ങള് വെളിയിൽ കാണുന്നവർക്ക് നിങ്ങൾ രണ്ടും അനിയന്മാര് തന്നെ. അതിനപ്പുറത്ത് വേറെ വ്യത്യാസം ഇല്ല ബ്രോ. ഇനി സംസാരിക്കുമ്പോഴേ ചോട്ടു ആയ ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്കതൊരു തടസ്സമാവും. മുള്ളി ഇല്ലെങ്കിൽ നീ പറയുന്നല്ല ബാബു പറഞ്ഞെന്ന് വിചാരിക്കും. പിന്നെ വേറെ കേസ്, ഞാൻ ഇല്ലാത്തൊരു സമയത്ത് മുള്ളിക്ക് മിസ്സിംഗ് വരാത്തതിന്റെ കാരണം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അയ്യോ അല്ലല്ല, ഞാൻ ചോട്ടനടുത്ത് അധികം അങ്ങനെ സംസാരിക്കാറില്ല. അതാണ് നല്ലത്. ചില പിള്ളേർ ചോട്ട് പോയത്. അല്ല ഞാനപ്പോ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ല ചോട്ടു എങ്ങനെയാ കണ്ടുപിടിച്ചത്? ശരിക്കും പറഞ്ഞ ബാബുവിനെ ഇങ്ങനൊരു മോനുണ്ടെന്ന് ബാബു ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിച്ച്? ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പ്, അതായത് പുള്ളി, അതായത് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു അച്ഛൻ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് പുള്ളിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഞാൻ ജനിക്കുന്ന 2 വർഷം മുമ്പ് അതെന്തേ പറയാൻ പറ്റില്ലേ? ഇല്ല ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് മുരളിയുടെ പയ്യനാണ് ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഡെത്ത് സർട്ടിഫിക്കറ്റ്, കറന്റ് പണി, ഇതെല്ലാം ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്. ഞാനിപ്പോ വിദ്യാഭ്യാസമുള്ളവരെ കൂട്ടിട്ട് ഞാനിപ്പോ നിൽക്കണേ. ഓ മള്ളി ഇവൻ സേഫാണ്, നമ്മുടെ പിള്ളയല്ല. അതെന്താണ് അങ്ങനെ വർത്താനം? ഈ പറഞ്ഞ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കിതൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് പറഞ്ഞല്ലോ. അപ്പോ അങ്ങനെ വെച്ച് അതിനകത്ത് 2 വർഷം മുമ്പ് എന്റെ അച്ഛൻ പഠിച്ചിരിക്കണേ. 2 വർഷം മുന്നേ അച്ഛൻ? അതെ, ഹൗ ഇറ്റ്സ് പോസിബിൾ? അത് എന്റെ അടുത്ത് പേര് പറഞ്ഞെന്ന് പറഞ്ഞാൽ രാജാബാനാണ് പേര് പറഞ്ഞത്. ആ രാജ്യന്റെ പേരോ? ആ, പക്ഷേ അത് പോസിബിൾ അല്ല. അപ്പോഴാണ് പിന്നെ കുറെ നാൾക്ക് ശേഷം അമ്മ എന്നെ പറയാൻ ചെയ്തു ഏതാണ് എന്റെ അച്ഛൻ. പുള്ളി വല്ലപ്പോഴും വരുള്ളൂ. കാരണം ഇന്ന് പുള്ളിനെ പറ്റി അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്ക് വേറെയും ഭാര്യയും മോനും അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. ഈ വേറെ ഭാര്യയും ബാബുവല്ലേ? ആ അതെ, പരിചയപ്പെട്ടേ. ഐ ആം പ്രൗഡ് ഓഫ് മൈ ഡാഡ്. ഹെൽമെറ്റ് തല കയറിയിട്ടുണ്ടായിരുന്നല്ലേ? നീ ഇത് തന്നെ നിന്നെ കണ്ണാടി കാണണ നീ ഇങ്ങോട്ട് നോക്ക്. ഒന്നും പറയാൻ പറ്റില്ല മള്ളി. 7 പേരാണ് ഉണ്ടായിരുന്നത് മറ്റേ ഗ്യാങ്ങിന്റെ വന്നത്. ബാൻഡൂരാനോ? അല്ലല്ല, എല്ലാം ഒരേപോലെ. നേരത്തെ ബാബുല്ലേ പറഞ്ഞത് എല്ലാം നോക്കണോന്ന്. അച്ഛൻ്റെ മുണ്ടെടുക്കുമ്പോഴും ഞാൻ പറഞ്ഞത് വെട്ടിന്റെ കാര്യമാണ്, നീളത്തിന്റെ കാര്യമൊന്നും അച്ഛനെ പോലെ എനിക്ക് കിട്ടിണ്ടാവൂല. എനിക്കറിയില്ല. ഇല്ല എനിക്കറിയില്ല അതിനെപ്പറ്റി. അത് നിനക്കല്ലേ അറിയോ? നീയല്ലേ പറഞ്ഞ നീളം നോക്കണോന്ന്. പാൻഡൂരിയല്ലേ? നിങ്ങളുടെ കൗണ്ടർ, നിങ്ങളുടെ തഗ്, ശബ്ദം എല്ലാം വെച്ച് നോക്കുമ്പോ ഇത് ഒരൊറ്റ DNA എന്നാണ് ഇതെല്ലാം ഉണ്ടായേക്കുന്നേ.
മുള്ളി അപ്പൊ ഞാൻ വരാത്ത ദിവസം പുള്ളി ലീവ് എടുത്ത് കയറിക്കോട്ടല്ലേ? ദിവ്യനാ. അല്ല അങ്ങനെയല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയ കഷ്ടപ്പാടാണ്. ഇവൻ കഷ്ടപ്പെട്ട് ഇവൻ എന്റെ നേരിടാം. നമ്മളെ കഷ്ടപ്പാടിന്റെ വില അറിയണമല്ലോ. അനിയനായാലും അച്ഛനായാലും. അതെ, അച്ഛന്റെ ബർത്ത്ഡേ എല്ലായിടത്തും കേറിയാലേ എങ്ങനെയാ? അത് ശരിയാ. പക്ഷെ നമ്മള് ഡിസ്കസ് ചെയ്യേണ്ട ഇതിനെ പറ്റിയൊന്നും അല്ല. ഇത്രയും നാളെ നിങ്ങളെ രണ്ടുപേരും പറഞ്ഞ് പറ്റിച്ച് നിന്റെ അച്ഛനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. അതെ, കള്ളത്തണ്ട. നോ, പ്രൗഡ് ഓഫ് മൈ ഡാഡ്. അതെന്താ? പുള്ളിക്ക് ഇനി എത്ര ഭാര്യയില്ല, എത്ര മക്കളുടെ എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല, സത്യം പറയാം. എനിക്കത് കൊറിയുണ്ട് മുള്ളി. ഇത് എവിടെ നിന്ന് പഠിച്ചെന്ന് ചോദിച്ചാൽ അച്ഛൻ കണ്ട് പഠിച്ചെന്ന് പറയാലോ. അങ്ങനെ ഒരു ഗതികേട് എന്താ നിനക്ക് വരത്തില്ല? നിനക്ക് പെണ്ണില്ലല്ലോ. മുള്ളി ആയ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാത്തിനും മുള്ളിക്ക് വേണ്ടിയിട്ടാണ് പഠിപ്പിച്ച് വിട്ടത് കേട്ടോ. ഓ, ആയ കാലത്ത് എന്റെ ഉണ്ടായിരുന്നല്ല ഉമ്മിച്ചത് നീ തന്നെയല്ലേ? അപ്പൊ പിന്നെ അവരാണ് എന്റെ ഗേൾഫ്രണ്ട് ഇപ്പൊ പറഞ്ഞത്. അതൊക്കെ ടാലിയായി പൊക്കോളും. ഓക്കെ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. പോയവര് പോയി. മരിച്ചവരെ പറ്റി ഒന്നും പറയില്ല ഞാൻ. ഓക്കെ ഓക്കെ. മരിച്ചു പോയല്ലേ ചോറു? പിന്നെ മരിച്ചത് കുറെ കാലമല്ലോ. എത്ര നാളായി? മുള്ളി ഇപ്പൊ ഞാൻ മുള്ളിന്റെ അടുത്ത് വരുന്നതിനും ഒരു 3 years ബാക്ക് ആയിരിക്കും മരിച്ചതെന്ന് തോന്നുന്നു. അയ്യോ, മുള്ളിന് ഓർമ്മയില്ല, മരിച്ച കഥ മുള്ളിക്ക് ഓർമ്മയില്ല. നിനക്കിപ്പോ എത്ര വയസ്സുണ്ട്? എനിക്കോ എനിക്ക് 25. നിനക്കോ? 27. 27. നിങ്ങൾ തമ്മിൽ 2 വർഷത്തിന്റെ ഗ്യാപ്പ്. ആ അന്ന് ഒരു മാസം പ്രമോഷൻ കിട്ടിപ്പോയായിരുന്നു പുള്ളി. ആരെ കൂടെ എനിക്കില്ലല്ലോ. ഹലോ. വാസുണ്ണ, ആ, ഞാനാ റാംബോ. റാംബോ പറ. എവിടെ ഉണ്ട്? അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു കാര്യം ഡീൽ ചെയ്തോണ്ടിരിക്കുന്നത്. എവിടെ ഉണ്ട് റാംബോ? എവിടെ ഉണ്ട്? ഞാൻ എന്താ ഷേക്കിന്റെ കൂടെ ഉണ്ട്, മുതുക്കില്. ഓ, ഞാൻ ഇത് കഴിഞ്ഞ ഈ നമ്പർ വിളിക്കട്ടെ? ഒരു 10 മിനിറ്റ്. ഓ ശരി വാസുണ്ണ, ശരി ഓക്കെ, ശരി. ഓക്കെ. എല്ലാവരെയും പഠിപ്പിച്ചു വിട്ട് നീയെങ്കിലും ജീവിച്ചു, ഞാനോ ഇവിടെ ഇല്ല. മരിക്കാണോ അപ്പോ? ഇല്ല, മരിക്കുന്നില്ല. കൊണ്ടുപോണെങ്കിൽ ഒരാളും കൊണ്ടുപോയി. അല്ല, പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ചോട്ടു നിന്റെ അടുത്ത്. ബാബു പല അനിയന്മാരെന്ന് പറഞ്ഞ് വന്നിട്ടുള്ള പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഒരാളോട് ഇത്രയും കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് സംസാരിക്കുന്നത്. സത്യം. അത് വെച്ച് നോക്കുമ്പോ തന്നെ ഏകദേശം ഈ DNA കൺഫേംഡ് ആണ്. ഇതിനു മുന്നേ ഓരോരുത്തമാര് വന്നപ്പോഴേ ഞാൻ സിറ്റിയിൽ സ്ഥിരമായിട്ടുണ്ട്. എനിക്ക് വെച്ച് അനുഭവിക്കണ്ട. ഇത് ഞാൻ ഇല്ല, മുലയിൽ വെച്ച് അനുഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവ അങ്ങനെ ശല്യമുള്ളൊരുത്തല്ല, മനസ്സിലായോ? പിന്നെ കുഴപ്പമില്ല മള്ളി. ഞാനായിട്ട് ഒരുത്തന്റെ അവൻ എൻജോയ് ചെയ്തിട്ടേ മള്ളി. ഞാനോ സ്ഥിരം വരുന്നിട്ട് ഇത് മറ്റേ പശു പുല്ല് തിന്നയില്ല, തീറ്റിച്ചില്ല. എന്തിന് അവൻ തിന്നട്ടെ മള്ളി. അല്ല, നിന്റെ അച്ഛൻ ഒന്നാന്ന് പറയുന്നത് നിനക്ക് വിഷമമില്ലല്ലോ അല്ലേ മള്ളി? അറ്റ്ലീസ്റ്റ് നമുക്ക് രണ്ടു അച്ഛനുണ്ടെന്ന് പറയാലോ മള്ളി. അതല്ലേ ചോദിക്കേ? അയ്യോ, മുലലിയെ പറ്റി പറഞ്ഞല്ല മള്ളി. രണ്ടുപേർക്ക് സന്തോഷമായില്ലേ? രണ്ടുപേർക്ക് അച്ഛനെ കിട്ടിയില്ലേ? അല്ല, എനിക്ക് നേരത്തെ പണ്ടേ ഉണ്ട് മുള്ളി. കൺഫേം ചെയ്ത് കൊടുത്തു അവനിപ്പോ. അവനും ഉണ്ട്. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിലെ സന്തോഷം. നിങ്ങൾ രണ്ടും ഞാൻ കാരണം 2 ചേട്ടനനിയന്മാരെ ഒന്നിച്ചല്ലോ. സത്യം. വലിയ കാര്യം. പറയുന്നുണ്ടോന്ന് വിചാരിക്കരുത്. കൂടെ പറയാറുണ്ട്. 2 ദിവസം നിന്റെ വീട്ടില്, 4 ദിവസം എന്റെ വീട്ടില്, മിച്ചം ഡേ 1. അനിയത്തി തന്നെയാണോ? അത് പറയാൻ പറ്റില്ല. അച്ഛന്റെ കഴിവ് ചിലപ്പോ അനിയത്തിയോ ചിലപ്പോ ഇരട്ടിയൊക്കെ ആയിരിക്കും. നീ അഡ്ജസ്റ്റ് ചെയ്യണം എന്തായാലും. നീ ഇന്ന് പോവണം ഇത് പറഞ്ഞിട്ട്. നാളെ ഇനി ഫീമെയിൽ ക്യാരക്ടറെ കൂടെ ഞാൻ സഹിക്കണമല്ലോ ആലോചിക്കുമ്പോഴാണ്. അത് ഞാൻ ത്രെഡ് ഇപ്പോഴേ മള്ളി. അതെ, ഇപ്പൊ തന്നെ തുടങ്ങി. ഏതെങ്കിലും ഒരു വോയിസ് ചേഞ്ചർ ഇപ്പൊ സെറ്റ് ചെയ്ത് കയറി വരും. അല്ല, അത് ഒറിജിനൽ ആയിരിക്കണം മള്ളി. നിങ്ങളെന്ന് പറയുമ്പോ ഒറിജിനൽ ആയിരിക്കണം. നമുക്ക് തനിത്താങ്കം ആണല്ലേ? പിന്നെ ടിക്കറൊക്കെ ഇട്ടിട്ട് ഒരു കൂടി കാണണല്ലേ? പിന്നെ നിക്കറിട്ടായിരിക്കുമല്ലോ വരുന്നത് എന്തായാലും. എന്തായാലും കുഴപ്പമില്ല. അനിയ ഇപ്പൊ ഇത്രയും നാളെ ഞാൻ സിറ്റിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഡ്യൂട്ടി ഞാൻ ഇല്ലാത്ത സമയം നീയും ചെയ്യണം കേട്ടോ. എന്റെ പോലീസ് ഇത്രയുള്ളൂ. മലയാളിക്ക് ഒരു പെണ്ണ്, ചന്ദ്രന് ഒരു അച്ഛൻ. ഇത് മാത്രം നീ നോക്കിയത് സിറ്റിയില്. ഒന്ന് പറഞ്ഞേ. മുരളിക്കൊരു പിന്നെ ചന്ദ്രനൊരു അച്ഛൻ. അച്ഛൻ അല്ലേ കിട്ടും. സ്ലാങ് കുറച്ച് കഴിയുമ്പോ കുറച്ചുകൂടി സ്ട്രേറ്റ് ആവും. മനസ്സിലായി? ഇവരെ കൂടി ഇവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലാങ് വിട്ട് മലയാള സ്ലാങ് കുറച്ചുകൂടെ വരും. കുറച്ചാൾ ബംഗാളി പോയിട്ടുണ്ടല്ലേ ഇപ്പൊ? ഇല്ല, ഞാൻ എനിക്ക് ലീവിന് പോയിട്ട് വരുമ്പോ എനിക്ക് പ്രശ്നം ഉണ്ട്. പക്ഷെ ഇവരെ കൂടെ വരുമ്പോഴാണ് മലയാളിയിലാവണം. മനസ്സിലായി? ഹിന്ദി സംസാരിക്കരുത് ഇവിടെ. ഓ ഇല്ല, അത് ഹിന്ദി സംസാരിക്കാൻ പാടില്ല. ഓക്കെ മള്ളി.
ഇതെന്താ മള്ളി മള്ളി ഞാൻ കളിയാക്കുവാന്ന് വിചാരിക്കല്ലേ. അവിടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആ നമ്മള് ഈ വീടൊക്കെ പണിയാൻ നേരെ ബംഗാളികൾ വന്ന് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഞാൻ അതും കണ്ടിരിക്കാൻ എത്ര നേരം. എന്തൊരു സാധനങ്ങളൊക്കെയാണ്. കേറ്. ബാബു ഇനി ഒരാളെ കൂടെ പരിചയപ്പെടുത്തോണ്ട് കേട്ടോ ബാബുവിന്. ആരും മള്ളി വാസോണ്ണ ആ റഫ എവിടെ ഉണ്ട്? എന്താ ഡ്രസ് മാറിയിട്ട് ദാണ്ട് ഇവിടെ അടുത്തുണ്ട്. ഈ മുതുക്കിലാണ് എല്ലാം പുള്ളിയുടെ കേറി വരും. നമുക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ പറഞ്ഞാൽ അങ്ങോട്ട് വരുമോ? ആ വരാം. എന്നാ ഒരു സെക്കൻഡ്, ഞങ്ങളൊരു ലൊക്കേഷൻ എത്തിയിട്ട് എനിക്ക് ഒരു സെക്കൻഡ് ഇപ്പൊ പറയാവേ. ആ ഓക്കെ. ആ 5019 ആ 5019 വരാം. ആ 5019 കേട്ടോ. ഓക്കെ. ബാബു ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോടെ. അതെ ഈ തെറ്റില് അലീന എലി ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണലായിട്ട് വൈരാഗ്യമുണ്ടോ? ഇല്ല, അലീനയും എലിയും ഞാൻ ഒറ്റ കെട്ടാണ്. പക്ഷെ രണ്ടുപേരും ഇനി കണ്ണേ കണ്ടുകൂടാ. ചോദിച്ചേ ഇന്നലെ ഞാൻ EMS പൊക്കിനൊരു കയ്യും കണക്കൂല ഓടിച്ചിട്ട് അടിക്കാരനെ. ഇന്നലെ ഇവന്റിന്റെ കോർഡിനേറ്റർ ആയിട്ട് നിന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല, എനിക്ക് പറയാൻ എന്നെ കൊണ്ടോളൂ. ഇനി എന്റെ ഡംപിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോ, കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡെയിലി എന്റെ തെറ്റിയില്ലേ. ആ ഓ പ്രശ്നമാണ്. ഞാൻ വരുന്ന ദിവസം നീ ലീവ് എടുത്തോ. ഓക്കെ. അപ്പൊ വലുതായിട്ട് ലീവ് എടുക്കണമില്ല. മാസത്തിൽ ഒരു ദിവസം ലീവ് എടുത്താൽ അല്ല ഒരു 3-4 മാസം കൂടെ പോരുള്ളൂ. ഞാൻ റെഗുലർ ആവാൻ പോവാണ് മള്ളി, കുറച്ച് ദിവസം കൂടെ. ഇത് കഴിഞ്ഞ മാസം ഇതേപോലെ വർക്ക് കഴിഞ്ഞ വർഷം നീ എന്നൊക്കെ വരുന്നതെന്നല്ല നീ ഇതാണ് പറയണത് നമ്മുടെ അടുത്ത് മനസ്സിലായ. മുള്ളി ഇല്ലെങ്കിൽ ഞാൻ എന്നെ കെട്ടിയെന്നെ. എന്തെങ്കിലും ഈ ചേട്ടനെ നേരിട്ട് കാണുമ്പോ നീ ചോദിക്കാൻ വെച്ചിരുന്ന എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? അച്ഛന്റെ പേര് അത് ഞാൻ പറഞ്ഞു കൊടുത്തല്ലോ. അതവര് അറിയാലോ. അങ്ങനെ ചോദിക്കൊന്നുമില്ല. എന്തെങ്കിലും ഒരു ദിവസം നേരിട്ട് കാണുന്നുണ്ടായിരുന്നോ? ആണല്ലേ? അതെ. കണ്ടപ്പോ എന്താ നിന്റെ ഫീലിങ്സ് എന്താ? കണ്ടപ്പോ ഓ എന്റെ മനസ്സിൽ കൊറേ നാളെയല്ല കണ്ടിട്ട് ഇത്രയും കൂടി ലുക്ക് ടേസ്റ്റ്. മത്തം കുത്തിയേ ഇതല്ലേ വരുള്ളൂ. ഞാനേ നിനക്കൊരു ഐഡിയ പറഞ്ഞുതരാം. നീ ചില മത്തന്റെ ഒക്കെ രൂപം ആലോചിച്ച് ഫ്രണ്ടിനോട് നോക്കിയിട്ട് നല്ല ആവശ്യം ഉണ്ടായിരുന്ന എനിക്കൊന്നും മറ്റേ കാലോ മീനൊക്കെ വെക്കുന്ന പോലെ മറ്റേ കണ്ണ് വെച്ച് ബാ കയറിയ മത്തനായിരിക്കും അതൊക്കെ. ആ നീ അവന് ഒരേപോലെ ഇരിക്കണ. നീ ഇതുവരെ കണ്ണാടി നോക്കിയിട്ടില്ലേ, പിന്നെ നീ ഗ്ലാമർ എന്നൊക്കെ പറയാൻ പറ്റുമോ? അത് ശരിയല്ലേ? നിങ്ങൾ രണ്ടും ഒരേപോലെ ഇരിക്കണം. നിന്റെ മുടി ആ കളർ, ഇവന്റെ മുടി വേറെ കളറ്. ഉപ്പ് വാങ്ങിച്ചല്ലേ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയും ജീവിച്ചു പോകുന്ന വഴിയാ. ഞാൻ അങ്ങനെയൊന്നും കുഴപ്പമില്ല, അധികം സംസാരിക്കാതിരുന്നാ മതി. ഞാൻ ഇല്ലാത്തപ്പോ ഫുൾ സംസാരിച്ചു, ഞാൻ കേൾക്കൂലല്ലോ. ഒന്നും വിട്ടില്ല, അതാണ് തീമ്പ് ഉണ്ടായിരിക്കണം. നല്ലത് വൈര്. ഡാംബോ ആരാ? എന്താ ഡാംബോ ആരാ? ഡാംബോ റാംബോ എന്ന് പറഞ്ഞാൽ റാംബോ ഇവിടെ മള്ളി ഞാൻ പറഞ്ഞത് മനസ്സിലാകത്തോണ്ട് ഇവൻ മള്ളിക്ക് പറഞ്ഞിരുന്നു. ഒന്ന് പറഞ്ഞോട്ടെ. പേര് കേട്ടില്ല. ഞാൻ ഡാംബോ എന്ന് പറഞ്ഞത് മള്ളിക്ക് മനസ്സിലായില്ലല്ലോ, അതുകൊണ്ട് ഈ ചോട്ട് മള്ളിക്ക് പറഞ്ഞു തരുവാ. പുള്ളി ഉദ്ദേശിച്ച ഡാംബോ ആണ്. ബാബു നീ ഡാംബോ എന്നാ പറയുന്നേ. അയ്യോ മുടി ഇവനും ഡാംബോ എന്നല്ലേ പറയുന്നത്. നീ ഡാംബോ അല്ലേടാ, ഡാംബോ. പോയാ നീ ഡാംബോ തന്നെ പറയണ ബാബു. മള്ളി എനിക്ക് തെറ്റില്ല, ഞാനല്ലേ ചേട്ടൻ. എടാ മറ്റേ MRC അറിഞ്ഞൂടെ? MRC പണ്ടൊരു തുപ്പിക്കാരൻ നമ്മുടെ ഇതിനകത്ത് കേറി ഓർമ്മ വന്നോണ്ടോ KVL. പിന്നെ കേരളയിൽ വന്ന് ഗ്യാങ്ങോസി കൂടി ഞാൻ ചന്ദ്രനും കൂടി എന്തൊക്കെയോ ചെയ്തു മള്ളി.
അവരിപ്പോ വീണ്ടും ഇവിടെ ഗ്യാങ് തുടങ്ങി. തുടങ്ങി ഓ പണ്ടത്തെ പ്രതികാരം വിട്ടാലായിരിക്കുമല്ലേ? പണ്ടത്തെ പ്രതികാരമൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുള്ളി സീപ്പാണ് ഇനി ചന്ദ്രനെ പണ്ടുള്ളൂ. അതിലെ മെമ്പറാണ്. ശരി ഓക്കെ ഓക്കെ ഓക്കെ. ആ വാസോട്ടാ ഓ ആ എന്തെല്ലാം ഉണ്ട് സുഖല്ലേ? സുഖം. ഇത് ബാബു നമ്പൂതിരി നമ്മുടെ ഗ്യാങ്ങിലുള്ളതാ. ആ ബാബു ചേട്ടാ ഹായ് ഡാംബോ. ഹായ്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇപ്പോഴേ കാണാൻ പറ്റിയ. നൈസ് ടു മീറ്റ് യു. പിങ്കുമുടി ലോലൻ. ആ ഇതിപ്പോഴായിട്ട് കണ്ടുപിടിച്ച എന്റെ ഒരു അച്ഛന്റെ ഒരു ഹലോ 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 പരന്തുവാസല്ലേ? അതെ ആരാ? നമ്മള് DNA ഫാമിലി എന്നാണ്. നമ്മളൊരു ഇവന്റ് ഇൻവിറ്റേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഗ്യാങ് ഹൗസിനോട് നിൽക്കുന്നുണ്ട്. അയ്യോ ഞങ്ങള് വേറൊരു സ്ഥലത്തായിരുന്നു, നമ്മളൊരു സിറ്റുവേഷനിലായിരുന്നു. എന്തു പറ്റി? നമുക്ക് നാളെ ഇവന്റ് ഉണ്ട്. നമുക്ക് ബിഗ് ബോസ് ഇവന്റ് ആണ്, ഓഡീഷൻ ആണത്. ഓ എവിടെ വെച്ചാണ്? ഇവിടെ നമ്മുടെ ഒന്നേ സാൻഡിയിൽ വെച്ചായിരിക്കും. നാളെയാണ് കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്താണ് ശരിക്കുള്ള പരിപാടി? എന്താണ്? ബിഗ് ബോസിന് ഒക്കെയുള്ള ഓഡീഷൻ ഇവന്റ് ആണ്. ഓഡീഷൻ അല്ലേ? അതെ അതെ അതെ. എത്ര പേർക്ക് വേണമെങ്കിലും പങ്കെടുക്കാവോ ഗ്യാങ്ങിന്ന്? എത്ര മണിക്ക് വരണനുസരിച്ച് നമ്മളത് ഇവിടെ പങ്കെടുപ്പിക്കും. ഓ ഓക്കെ 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 ഓക്കെ. ആ അപ്പൊ നാളെ വരാം. നാളെ എത്തിക്കോളാം, ഞങ്ങൾ എത്തിക്കോളാം. ഓക്കെ. എത്ര മണിക്കായിരിക്കും? നമ്മൾ നാളെ 10:30 ശേഷമായിരിക്കും. ഓ ശരി. ഓക്കെ ഓക്കെ. അവന്റെ വീട്ടിലാ? ആ അല്ല കുഴപ്പമില്ല, ഒരാളും കൂടെ വരാറുണ്ട്. ശരിയായിക്കോളും. ഇനി ഒരാൾ വരാണ്ടാ? ഇവരെ വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇത് ബാബു നമ്പൂതിരി, അത് ചോട്ടു നമ്പൂതിരി. ഇവര് രണ്ടുപേരും നമ്പർ ഞാൻ ചോട്ടുവിനെ പരിചയപ്പെട്ടു. ചോട്ടുവിനെ ഇന്നലെ ഗുസ്തിക്ക് പോയപ്പോ പരിചയപ്പെട്ടു. ഇവർ രണ്ടുപേരും ഒരച്ഛന്റെ മക്കളായിരുന്നു. അവരിപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ആണോ? പക്ഷെ അച്ഛൻ രണ്ട് വീട്ടിലായിരുന്നേ, ഒരു വീട്ടിലല്ലായിരുന്നു. രണ്ട് വീട്ടിലായിരുന്നു. അമ്മയിലുണ്ടായിരുന്നു. പുതുക്കിലൊക്കെ ബാബുവിന് നല്ല പേരാ. ഞാൻ സിറ്റിയിൽ വന്നപ്പോ ഞാൻ അവിടെ ചോദിച്ചിങ്ങനെ വാസുവിനെ കാണാൻ ആരെ കോണ്ടാക്ട് ചെയ്യണോന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ബാബുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി, ബാബു അപ്പോയിന്റ്മെന്റ് തന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓ അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഇപ്പഴും എനിക്ക് ബാബുവാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. മനസ്സിലായി. അപ്പൊ ചന്ദ്രനെയും കണ്ടില്ല ഇതുവരെ. ചന്ദ്രനെയും വന്നില്ലേ? ചന്ദ്രൻ ഞാൻ വരുമെന്ന് പറഞ്ഞോണ്ടോ വരാത്തെന്ന് തോന്നുന്നു. അതെ ഇവര് തമ്മിൽ ശത്രുക്കളാ. ഇവനുള്ള അവൻ വരില്ല. ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അതെ എനിക്കാണ് അവനെ കാണുമ്പോ അവൻ അച്ഛനില്ലാത്ത ഓർമ്മ വരും. അതുകൊണ്ട് പിന്നെ എന്നെ കാണാൻ വരില്ല. ഇവര് തമ്മിൽ അച്ഛന്റെ കാര്യമൊക്കെ പറഞ്ഞ തർക്കമാവും, ആകെ പ്രശ്നമാവും. അതെ. അപ്പൊ കുഴപ്പമില്ല. ഞാൻ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, കണ്ടില്ല. ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നണേ, പക്ഷെ കാണാൻ പറ്റിയില്ല. ഓ അതെ. അല്ല അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബാബുവിന് ചന്ദ്രന്റെ അച്ഛനായിട്ടാണ് കൂടുതൽ ബന്ധം എന്നുള്ളത്. പിന്നെ ഒരുപാട് ബന്ധമുണ്ട്, പണ്ട് വലിയ ബന്ധമാണ്. അയ്യോ ഇന്നലെ കണ്ടപ്പോ കൂടി പറഞ്ഞുള്ളൂ പുള്ളിക്ക് കൊച്ചുണ്ടാവില്ലെന്ന് പണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യം. പക്ഷെ ഇപ്പൊ ഉണ്ടായി. ഇത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയില്ല. അതിന് കുഴപ്പമില്ല, അതൊരു അച്ഛനെ കണ്ടുപിടിച്ച് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവര് പണ്ടോട്ട് എങ്ങനെയാണ് അല്ല ഇപ്പൊ ഗ്യാങ് ഇപ്പൊ ഗ്യാങ് വീട്ടിലൊക്കെ പോയായിരുന്നോ? ഇവര് ഗ്യാങ് ആയിട്ടില്ല, ഇവര് ഗ്യാങ് ആവുന്നതേ ബാബു. പണ്ടത്തെ KVL ഉണ്ടായിരുന്ന തൊപ്പി ഓർമ്മയില്ലേ? അയ്യോ പുള്ളിക്കാരോട് പണ്ട് ചെറിയ 1-2 ചമ്പൂർത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നുള്ളത് കള്ളമാണ്. പിന്നെ ചന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഗ്യാങ് മെമ്പർ അല്ലേ, ഗ്യാങ് ഹൗസിലത് ആര് കയറിയാലും നമുക്ക് അങ്ങനെയാണ്. പിന്നെ മുരളിയെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കില്ല, അത് പാലായാലും. അന്ന് അങ്ങനെ എന്തൊക്കെയോ അബദ്ധം വെച്ച് അറിഞ്ഞോണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അല്ല അത് മുരളിയെ പറഞ്ഞ അറിഞ്ഞോണ്ട് പറയും, പക്ഷെ അബദ്ധം വെച്ചാണല്ലോ ആ പുള്ളി ഗ്യാങ് ഹൗസിൽ കയറിയത്. അബദ്ധം വെച്ചാ അറിഞ്ഞോണ്ട് പറഞ്ഞു. അപ്പൊ ഗ്യാങ് പോവാന്നേ വരുള്ളൂ. പുള്ളി വരുമായിരിക്കും ഗ്യാങ് ഫോം ആക്കുമ്പോ. ഫോം വരുന്നുണ്ടാവും. ഒരു സെക്കൻഡ് എന്താ വാസു ഹലോ. പറ കോച്ച്. ഹലോ. പീറ്റർ പിടിച്ച് ഇവിടെ കറക്റ്റ് 3001 കൊറിയ. കോച്ച് ഇവിടെ ഒന്ന് ചെറുതായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. കോച്ച് ഒരു 10 മിനിറ്റ് അവനെ ഒന്ന് ഹോൾഡ് ചെയ്യാവോ? ഓക്കെ. കോച്ച് എവിടെ സ്ഥലം പറ? എന്താ പറയുന്നത്? നീല അടിയല്ലേ അന്നാ വേണ്ട. അവര് മുട്ടി നിക്കണ നോക്കാം. അവര് മന്ദാരം
കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതൊക്കെ കൊണ്ട് കണ്ട പെമ്പിള്ളേരെ കറക്കി നാളെ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ വരെ ടൂൺ ചെയ്യാൻ അവർ നോക്കും. അവര് പറഞ്ഞിട്ടില്ലേ, പക്ഷെ അച്ഛനും അലീനെ വിട്ടിട്ട് ഒരു കളിയില്ല എന്നാണ് ചന്ദ്രന്റെ അടുത്ത് പറഞ്ഞത്. അലീന ചുമ്മാ അവൻ വീട്ടിൽ കളിച്ച് നടക്കുവാണ് സിറ്റിയില്. അവൻ കള്ളനാണ്, അവൻ എ ക്ലാസ് കള്ളൻ. അവൻ എല്ലാവരുടെ മുമ്പിൽ മാന്യമായിട്ട് അഭിനയിക്കുന്നേ ഉള്ളു കേട്ടോ. അവൻ എ ക്ലാസ് കള്ളനാണ്. നമ്മളിത് ആരോടാ പറയണ, ഷെയ്ക്കൊക്കെ കമ്മിറ്റഡ് ആണ് ബാബു, നമ്മളെ പോലെ അല്ല. ഇല്ല അവസാന ഞാൻ അങ്ങനെ കമ്മിറ്റഡ് ആയിട്ടൊന്നുമില്ല. ചെറിയൊരു സീക്കെ പറഞ്ഞ വിശ്വസിക്കൂല. വേലി കയറ്റ മണ്ണാലില്ലേ, ആ കടലിൽ പോയി തുളയിട്ട് കിടക്കും അവൻ. അങ്ങനത്തെ ഒരുത്താണ് ചന്ദ്രൻ. അവനൊന്നും വിശ്വസിച്ച് കൊണ്ടുപോകല്ലേ ഗേൾസിന്റെ അടുത്ത്. ഇല്ല ഞാൻ ഒരു കുട്ടിനെ നോക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് ഞാൻ ചന്ദ്രനെതിരെ കൊണ്ടുപോയിട്ടില്ല. ഓൾറെഡി പരിചയം പോലും പെടുത്തി കൊടുക്കരുത്, അതൊക്കെ വലിയ ചന്ദ്രൻ സത്യം പറഞ്ഞ ജെട്ടി ബിൽഡിങ്ങിന്റെ ഓരോ മൂലയിലും ഓരോ സമയത്തും ഓരോ പെമ്പിള്ളാരപ്പം ചന്ദ്രനെ കാണുന്നുണ്ട് എന്നുള്ള ന്യൂസ് എല്ലാം കേൾക്കുന്നുണ്ട്. വാസന ഞാൻ ഒരു ഫോട്ടോ അയച്ചുതരാം. ഐഡിയ എത്ര പറഞ്ഞേ? എന്റെ ഐഡി 1693. 1693. അതൊന്ന് കണ്ടോക്കെ. അത് പുതിയ ലേറ്റസ്റ്റ് ഫോട്ടോണ്. ന്യൂ ലീക്ക് ആയതാ, പുതിയ ലീക്ക്. ബാബുവിനെ അയച്ചുതരാം. ബാബുവിന്റെ നമ്പർ എത്ര? ആരതാ നമ്പർ കിട്ടുമോ? ബാബുവിന്റെ ഐഡി ഇത് ഐഡിയ ആണോ? പോക്കറ്റ് ഐഡി വന്നിട്ട് ഏകദേശം 1802. 1802. ഇത് സൂര്യബോസിന്റെ ഫോട്ടോ അല്ലേ ഇത്? അതെ അത് ലേറ്റസ്റ്റ് ആണ്. ലേറ്റസ്റ്റ് ലീക്ക് ആയതാ. നമ്മളെ പിള്ളേര് വിരിയാത്തവരൊക്കെ പോയത് പ്രപ്പോസ്. അത് 2 ദിവസമായിട്ടുള്ള കുട്ടി സിറ്റിയിൽ വന്നിട്ട് അപ്പോത്തിന് ആ കുട്ടീനെ സെറ്റ് ആക്കിയെന്നാ കേട്ടത് വാസന. ഇവൻ ചുമ്മാ പറയണേ, ഇത് ഇവന്റെ മോൻ തന്നെ മള്ളി ചന്ദ്രന്റെ. അതെനിക്ക് പണ്ടേ അറിയാവുന്ന കാര്യമല്ലേ. അതെല്ലാരും പറയണ അച്ഛനെ പോലെ തന്നെ മോന്റെ സ്വഭാവം പിന്നെ ഒരു കഴിവേറിയാണ് ആ ചെറുക്കൻ. എന്നിട്ട് ഭയങ്കര മുട പിടിച്ചൊരു ചെറുക്കനാണ്. അത് ഇന്നലെ ഒന്ന് അവന്റെ വർത്താനം കേൾക്കണമായിരുന്നു. ഇന്നലെ എന്നെ എടാ മൊട്ടയെന്നൊക്കെ. എത്തുന്നിടത്തല്ലേ പിടിക്കുന്നത്, അതറിയാവോ? എനിക്കറിയാം. പിന്നെ വാസന മൊട്ട അല്ലല്ലോ, പിന്നെ വാസന മൊട്ട. അയ്യോ, അത് ഇന്നലെ മുട്ട അടിച്ചെന്ന് അതിന് കിട്ടിയായിരുന്നു, വേഷ കിട്ടിയായിരുന്നു. പിന്നെ അപ്പൊ തന്നെ തിരിച്ചു വെച്ചു. കണ്ടായിരുന്നു. അപ്പൊ എന്നത്തേക്ക് ഗ്യാങ്ങൊക്കെ എന്നത്തേക്ക് റാമ്പോ? ഇല്ല ഷേക്ക എന്നത്തേക്കാവും? ഇല്ല, ഒരു 2 ദിവസം കൂടി ഉണ്ട് മോണിറ്ററിംഗ് പീരീഡ്. 11-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 14 ദിവസം 15 ദിവസം വേണം മോണിറ്ററിംഗ്. അപ്പം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങൾ ഫുൾ ആൾക്കാരും ഉണ്ടോ? ഇപ്പം 30 പേരുണ്ടോ? 35 പേര്. 35 പേരുണ്ടല്ലോ. 35 പേരുണ്ട്. 35 പേരുണ്ടല്ലേ? നമുക്ക് പരിചയമുള്ള ഇഷ്ടംപോലെ പേരുണ്ട്. എന്ന് ഇതേപോലെ സന്തോഷത്തോടെ എതിരെ നിന്ന് കണ്ടാ മതി ശരിക്ക്. ഇല്ല നമ്മളും അങ്ങനത്തെ അല്ല, ഒന്നും ബാബുന്നും ബാസുന്നും മാത്രമേ വിളിക്കാവൂ. എനിക്ക് അച്ഛനെ പറയാവുള്ളൂ. നമ്മള് ഫോമായ വാസന നമ്മളൊന്ന് ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. കാര്യമില്ല. ഇതുപോലെ എത്ര വട്ടം നമ്മൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് പോയതാ കേവിയുടെ അടുത്തൊക്കെ. പറയാൻ പറ്റില്ല. ഈ മുരളി എന്ന ഗ്യാങ് ഹൗസിൽ നിങ്ങൾ ഇറങ്ങി പോകുമ്പോ തിരികെ പുറകെ തിരികെ വിളിക്കും. അതൊക്കെ സാഹചര്യം പോലെ ഇരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും. വാസനെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കില്ല. ബാബു വിളിക്കാതെ മതി. ഞാൻ വിളിക്കത്തില്ല. ഞാൻ വിളിച്ചാലും എനിക്ക് മലയാളം അറിയില്ലല്ലോ ഇത് വിളിക്കാൻ. മനുഷ്യ മുരളി നന്നായിട്ട് അറിയാം. ഞാനെന്താ ബാബു ഒക്കെ കുറച്ച് ട്രിഗറാണ്, പെട്ടെന്ന് ട്രിഗർ ആവുന്ന കൂട്ടത്തില്ല. അല്ല, സാധാ പോലെ വിളിച്ചാലും കായും പായും മായൊന്നും കൂട്ടി വിളിക്കാതെ മതി. ഞാൻ വിളിക്കില്ല. ഞാൻ എന്തായാലും ശരിക്കും ഞാൻ വിളിക്കില്ല. കാരണം ഇതിനൊക്കെ സിറ്റിയിൽ വരണം വല്ലപ്പോഴും ചെയ്യണമെങ്കിൽ. വല്ലപ്പോഴും ഇനി സ്ഥിരമായിട്ട് ഉണ്ടാവും. അതങ്ങനെയാണ്. ബാക്ക് ടു ബാക്കാ? ബാക്ക് ടു ബാക്ക്. ഇനി അടുത്തൊരു മാസം ബാക്ക് ആവും. വാസോണിന്റെ ഒരു വലിയൊരു ഫാൻ ബോയ് ഇപ്പൊ വരാന്ന് പറഞ്ഞു. കാണാനല്ല, ഉസ്മാൻ. അല്ല, ഇന്നലെ നമ്മള് വീണ്ടും ഇന്നലെ ഞങ്ങള് ഇതായപ്പോ ഒരു വള്ളി ഇന്നലെ ജസ്റ്റ് ഒഴിവായി. ഇന്നലെ റാമ്പൊക്കെ അവിടെ ഇരുന്ന സമയത്ത് നമ്മൾ ഇതോ പറഞ്ഞ് നമ്മള് സംസാരം അവിടെ ചെന്ന്. ഉസ്മാൻ അറിയാം നമ്മുടെ സൗണ്ട് കേട്ട ഉസ്മാൻ അറിയാം. ഇവർക്കാർക്ക് റാംബോയോ ഇവർക്കൊന്നും ഇതിനകത്ത് അധികം വരാത്തോണ്ട് ഇവർക്ക് സൗണ്ട് ഒന്നും കേട്ടാ അറിയത്തില്ല. ഈ ഉസ്മാൻ അറിയാം. അവൻ എന്നിട്ട് മിണ്ടാതിരിക്കണം എന്നാ അവന് പറഞ്ഞ. ഞാൻ അവന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞത്, അവന് നമ്മളെല്ലാം നന്നായിട്ട് അറിയാം. അപ്പൊ അവന്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. അത് ടി വി ആണെന്നുള്ള അറിയുമ്പോ സമയത്ത് നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ പറഞ്ഞാൽ മതി. ഉസ്മാന്റെ അടുത്ത്. ഉസ്മാൻ എല്ലാരും അറിയാം ടി വിയിലെ. എന്തിന്റെ പേരിലേനോ വാസന? അതിങ്ങനെ ഞങ്ങള് ചുമ്മാ ഇരുന്നപ്പോ ഇവരുടെ മേത്ത് വന്ന് ഇടിക്കല്ലെന്ന് പറഞ്ഞ്. അപ്പൊ നമ്മള് അവിടെ വേറൊരാളെ ഇടിച്ച് ചുമ്മാ തമാശ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞപ്പോ അത് മേത്തിടിച്ചില്ലല്ലോ ബ്രോ എന്ന് പറഞ്ഞ അങ്ങനെ സംസാരമായതാ.
എനിക്ക് സൗണ്ട് കേട്ടപ്പോ മനസ്സിലായി. എനിക്ക് പിന്നെ ട്രിഗറിങ് വർത്താനം അല്ലേ? ആ തിരിച്ചല്ല, ഇവരെ തിരിച്ചറിയാനും പറ്റൂലായിരുന്നു. വേറെ എല്ലാരും വേറെ ഡ്രസ്സായിരുന്നു. അതെ അതെ. അപ്പൊ പിന്നെ ഇവന് മാറിപ്പോ എനിക്ക് പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ വന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും 2 ദിവസം കഴിഞ്ഞപ്പോ ഗ്യാങ് സെറ്റ്. അതെ അതെ. അപ്പൊ എന്തായാലും കണ്ടേ സന്തോഷം. റാംബോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം സിറ്റിയിലേക്ക്. നമുക്ക് ആദ്യമേ അടി വഴക്കിലോട്ട് പോകാതെ സമാധാനത്തിന്റെ പാതയിൽ തുടങ്ങാം. നമ്മുടെ കൂട്ടത്തിലും പിരിയേറ്റൻ ആളുണ്ടാവും, നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവും. അത് ഞാൻ ഇപ്പോഴും പറയാം റാംബോ, നിങ്ങളടുത്തൊക്കെ തുടക്കത്തിലേ പറയാം. ഷേക്ക് റാംബോ നിങ്ങളടുത്തൊക്കെ തുടക്കത്തിലേ പറയാം. ഇത് എന്റെ ടിവിയുടെ സൈഡിൽ നിന്ന് ഈ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സിനും എന്റെ സൈഡിൽ നിന്നും നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ഉള്ളൊരു സാധനം ഗ്യാരണ്ടി ചെയ്യാൻ എനിക്കും പറ്റത്തില്ല. നിങ്ങളുടെ സൈഡിൽ നിന്നും അത് നിങ്ങൾക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ PvP കളിക്കുന്ന കുറെ പ്ലേയേഴ്സ് വെളിയിലും അവിടെ ഇവിടെയൊക്കെ പലപ്പോഴും പല ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അത് പെട്ടെന്ന് ഒരു ദിവസം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അടിയും വഴക്കും ഒക്കെ വരുവാണെങ്കിൽ നമുക്കത് വരുന്ന രീതിയിൽ അങ്ങനെ അങ്ങ് പോവാം. വെറുതെ ആണ് അത്. നമുക്ക് എന്തായാലും സിറ്റിയിൽ പല സിറ്റുവേഷനിലും നമ്മള് ഡ്രസ്സ് മാറിയിട്ടും അങ്ങനെ അറിയാതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ നമുക്ക് സിറ്റുവേഷൻ ചിലപ്പോ വരാം. അതാ ഇനീഷ്യൽ സിറ്റുവേഷനിൽ തന്നെ നമ്മളത് പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്ത ഒരു വാർക്കോ അങ്ങനെ ഒന്നും കൊണ്ടുപോകാതെ നമുക്ക് അത് അവിടുന്ന് ലീവ് ചെയ്യായിരിക്കും നല്ലത്. അല്ല ഇത് ഞാൻ പറയണത് അങ്ങനെയല്ല. ഇത് നമ്മളാരും ഇപ്പൊ ഷേക്കും ഞാനും ഒന്നും ഇല്ലാത്ത സമയത്തായിരിക്കും ഇത് പകല് കയറുന്നവരുണ്ട്, രാത്രി. ഇവരൊക്കെ TDM ഒക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന പിള്ളേരാ, മനസ്സിലായി എല്ലാരും. സിറ്റുവേഷൻസ് ഇങ്ങനത്തെ കഴിഞ്ഞു നമ്മുടെ ചെറിയ ചെറിയ. അപ്പൊ അത് നടന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇൻ കേസ് അത് വാറിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ടോക്സിസിറ്റിയും കാര്യങ്ങളൊന്നും വേണ്ട, കുറച്ച് ഇതായിട്ട് നമുക്ക് ഡീൽ ചെയ്ത് അങ്ങനെ അങ്ങ് തീർത്തങ്ങ് പോവാം. അതാണ് നല്ലത്. അതൊക്കെ അത്ര ഉള്ളു. ഇവനൊക്കെ A ക്ലാസ് വള്ളിയാണ് ഈ ലെവലിനൊക്കെ. ഇവനൊക്കെ ഇപ്പൊ ഇങ്ങനെ മാറിയിരിക്കുന്നുള്ളൂ. ഉച്ചയാകുമ്പോ ഇവന്റെ നാക്കങ്ങ് പൊങ്ങും. അതെ ഞാനൊക്കെ ഉള്ളത് ഡീസന്റ് ആയിട്ട്. ബാബുണ്ട് ചെറുതായിട്ട്. ഞാൻ കൊറേ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു ബാബുവിന് എന്നാ കണ്ടോ? എന്റെ ഇഷ്ടത്തിന് ഞാൻ കളിക്കുള്ളൂ, നീ സ്പാം ചെയ്തിട്ട് പോകും. ഞാൻ എന്റെ ഇതുപോലെ നോക്കാം. ഈ സിറ്റിയുടെ പകുതി ഷേക്കും ബാക്കി എക്സ്ട്രാ അഡ്മിന്റെ കയ്യിലാണ്. നമ്മളെ പപ്പാപ്പനെന്ന് പറഞ്ഞത് പുള്ളി വെച്ചിട്ടായിരുന്നല്ലേ? അതെ 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 അതെ. എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്കൊരു ചെറിയൊരു ഡീലിംഗ് ഉണ്ട്. പോയിട്ട് റാംബോ പോയിട്ട് ഇതിലോട്ട് വിളിച്ചു കേട്ടോ. നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, ഇതിലോട്ട് വിളിച്ചാൽ നമ്പർ ഒന്നുകൂടെ പറഞ്ഞു. എന്നെ ജസ്റ്റ് ഒന്ന് ഈ 572 അല്ലേ അവസാനം? ഞാൻ ഒന്ന് മിസ് കോൾ അടിക്കും.